പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം എൻ്റെ 1-ാമത്തെ വേദഭാഗം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെയും നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും അതിന് തക്കവണ്ണം ദൈവം മറുപടി നൽകുമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വൻമലയെ ദൂരത്ത് അകറ്റാം എന്ന് പറയുന്നു. കടുകുമണിയുള്ള വിശ്വാസം എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്ന പൂർണ്ണമായ നിറഞ്ഞ വിശ്വാസത്തെ കുറിച്ചാണ്. അങ്ങനെ വിശ്വാസമുള്ള വ്യക്തികൾ അവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മലയെ കുറിച്ചല്ല കർത്താവ് വെളിപ്പെടുത്തുന്നത്. അവരുടെ മുന്നിൽ മല പോലെ നിൽക്കുന്ന ആ വലിയ പ്രശ്നത്തെ കുറിച്ചാണ്. ആ വലിയ പ്രശ്നത്തെ നിഷ്പ്രയാസം വിശ്വാസത്തോടുകൂടെ അതിന്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിച്ചാൽ, സാധിച്ചാൽ, അതിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ആ സബ്ജക്റ്റിന്റെ മുന്നിൽ കർത്താവ് വലിയൊരു വിടുതൽ നൽകുമെന്നർത്ഥം. ആമേൻ. നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയുടെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു മറുപടി നൽകുമെന്നതാണ് അതിന്റെ യഥാർത്ഥം. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ തന്റെ പരസ്യ ശുശ്രൂഷയിൽ ശിഷ്യന്മാരോട് തടാകത്തിന് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു പടകിന്മേൽ തല ചായ്ച്ചുറങ്ങി. എന്നാൽ പെട്ടെന്നൊരു പ്രതികൂലം അവരുടെ മുന്നിൽ വന്നു. അവിടെ മുന്നിൽ വന്നപ്പോൾ ശിഷ്യന്മാർ പതറിപ്പോയി, അവർ ഭാരപ്പെട്ടു പോയി, അവർ നിലവിളിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഉറങ്ങിക്കിടന്ന യേശു ക്രിസ്തുവിനെ അവർ ഉണർത്തി. എങ്കിലും അവർ കർത്താവായ യേശു ക്രിസ്തു കാറ്റിന്റെ മേലും കടലിന്റെ മേലും അധികാരമുള്ളവനാകിയാൽ യേശു ക്രിസ്തു ആ കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അതിന്റെ പ്രതികൂലത്തെ മാറ്റി. ശിഷ്യന്മാർ അത് കണ്ട് ഭയപ്പെട്ടു പോയി. അവരെ യേശു ക്രിസ്തു ചോദിച്ചത്, നിങ്ങളുടെ വിശ്വാസം എന്തേ? വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ ശിഷ്യന്മാർക്കും ആ കാറ്റിന്റെ മേലും കടലിന്റെ മേലും അധികാരമുണ്ടായിരുന്നു. എന്നാൽ അത് അവർ ഉപയോഗിക്കുവാൻ മറന്നുപോയി. അവർക്കത് ഭയപ്പെട്ടുപോയി. അവരുടെ പ്രതികൂലം വന്നപ്പോൾ അവർ തകർന്നുപോയി. ഇങ്ങനെയാണ് പല വിശ്വാസികളുടെ അനുഭവം ഈ സന്ദർഭങ്ങളിൽ കാണുന്നത്. നമ്മുടെ വിഷയത്തെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന സബ്ജക്റ്റിന്റെ നടുവില് കർത്താവായ യേശു ക്രിസ്തു മറുപടി നൽകിയിരിക്കും. നിശ്ചയമായി വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് നമുക്ക് മറുപടി ലഭിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ കുറവുകൾ ഈ ദിവസങ്ങളിൽ ഏറ്റുപറയാം, കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയാം. പലപ്പോഴും പല വിഷയങ്ങളിലെ നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊന്നും മറുപടി ലഭിക്കാതിരിക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അളവൊന്നും നമ്മൾ പരിശോധിക്കേണ്ടത് നന്നായിരിക്കും. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, കർത്താവെ എന്റെ അവിശ്വാസത്തെ മാറ്റി തരണമേ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, ഈ സമയം ഞങ്ങളുടെ ബാധപ്പെടുത്തി ഞങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ അവിശ്വാസത്താൽ വന്നുപോയ പരാജയം ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ മൂടുക. ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഓരോ പ്രതികൂലങ്ങളും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദിവസം വിശ്വാസത്തോടെ അതിന്റെ മേൽ ജയമെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുക്കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസത്താൽ വന്നുപോയ പരാജയങ്ങൾ മാറ്റണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ. ഞങ്ങൾ ക്രിസ്തുവിൽ അധ്വാനിപ്പാനും ക്രിസ്തുവിൽ ജയമെടുക്കുവാനും ജയത്തോടുകൂടെ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തു മുന്നിൽ ഏൽപ്പിച്ച് യാചിക്കുമ്പോൾ തോന്നുന്ന യാചന കേൾക്കണമേ. ഞങ്ങളുടെ സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ. ആമേൻ.